നമസ്കാരം. ഒരു നല്ലൊരു ചോദ്യം എൻ്റെ അടുത്ത് വന്നത്, ഇപ്പോൾ ഞാൻ സൃഷ്ടാവാൻ ദൈവത്തെക്കുറിച്ചൊക്കെ പറയുന്നു, അത് വിശ്വസിക്കുന്നു പലരും. പക്ഷെ അവരുടെ മാതാപിതാക്കള് അല്ലെങ്കിൽ അവരുടെ സഹോദരങ്ങള് ഇവരൊന്നും ആ സൃഷ്ടാവാൻ ദൈവത്തിലേക്ക് വിശ്വാസം വരുന്നില്ല. ഇപ്പോഴും മറ്റ് ദേവീദേവന്മാർ അല്ലെങ്കിൽ വിഗ്രഹങ്ങൾ അല്ലെങ്കിൽ അമ്പലങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആരാധനാ കേന്ദ്രങ്ങൾ ഇതിനെയൊക്കെ ആശ്രയിച്ചും ഇപ്പൊ ചിലർ പാസ്റ്റർമാര് പള്ളിയിൽ അച്ഛൻ പറയുന്നതിനപ്പുറം വേറൊന്നുമില്ല, ഇങ്ങനെയൊക്കെ ഈ മീഡിയത്തെയാണ് പലരും ഇപ്പോഴും മുറുകെ പിടിച്ചിരിക്കുന്നത്. അവർക്ക് ഈ ദൈവമായിട്ട് സൃഷ്ടാവൻ ദൈവമായിട്ടൊരു മനസ്സ് ഉയർന്നു വരുന്നതുമില്ല. അപ്പൊ കഴിഞ്ഞ ജന്മത്തിലും അവർ ഇങ്ങനെയൊക്കെ ജീവിച്ച് നെഗറ്റീവ് ശക്തികളുടെ ട്രാപ്പിലൊക്കെ പെട്ട് ശിക്ഷയൊക്കെ അനുഭവിച്ചവരായിരിക്കില്ലേ? അപ്പൊ ഇങ്ങനെ ചില ചോദ്യങ്ങളുണ്ട്. ഇതിന്റെ മറുപടിയായിട്ട് ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. നമ്മളിപ്പോ ഈ കാണുന്ന, അതായത് എന്റെ അടുത്ത് ഈ ചോദിക്കുന്ന ഈ വ്യക്തികളും പല ജന്മങ്ങളിൽ ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു എന്ന സത്യം തിരിച്ചറിയണം. അങ്ങനെ വന്നാണ് ശരിക്കും ഈ സൃഷ്ടാവ ദൈവമാണ് അല്ലെങ്കിൽ ആ ദൈവം മതി എന്ന ലെവലിലേക്ക് നമ്മളെ ആത്മാവ് അത്ര പവർഫുള്ളായി ഉയർന്നു വരുന്നത് പല ജന്മങ്ങളിലൂടെയാണ്. അപ്പൊ ഇതിന് തൊട്ടു മുമ്പുള്ള ജന്മങ്ങളിലെല്ലാം നമ്മുടെ മാതാപിതാക്കളും മറ്റ് സഹോദരങ്ങളും അവരൊക്കെ ചെയ്യുന്നത് പോലുള്ള ഭക്തി മൂത്ത് ആ സൃഷ്ടാവ ദൈവത്തിലേക്ക് എത്താതെ കാണുന്ന രൂപങ്ങളിലും അല്ലെങ്കിൽ ഈ അദൃശ്യ ശക്തികളിലൊക്കെയാണ് അവരുടെ മനസ്സ് നിൽക്കുകയുള്ളൂ. അങ്ങനെ നിൽക്കുകയുള്ളൂ. ഇങ്ങനെ നിൽക്കുന്നവരെയാണ് ഈ നെഗറ്റീവ് ശക്തികൾ ട്രാപ്പ് ചെയ്ത് അവരെ കുരുക്കിലേക്ക് കൊണ്ടുപോകുന്നത്. ഇതിലൊരു പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഈ കാലഘട്ടത്താണ് ഈ ആരാധനാ കേന്ദ്രങ്ങളിലൂടെ ഇത്രയും ട്രാപ്പായി ഈ നെഗറ്റീവ് ശക്തികൾ പ്രവർത്തിക്കുന്നത്. പല രീതിയിൽ വ്യാജം ചെയ്തും കള്ള രീതിയിലുള്ള വെളിപാടും ദർശനങ്ങളൊക്കെ നൽകി മനുഷ്യരെല്ലാം തെറ്റിച്ചുകൊണ്ട് പോകുന്നത് ഈ കാലഘട്ടത്താണ്. ഒരു 50 വർഷത്തിന് ഇപ്പുറത്തോട്ടാണ് ഇത്രയും മ്ലേച്ഛമായ രീതിയിൽ ഈ ആരാധനാ കേന്ദ്രങ്ങളും അല്ലെങ്കിൽ ഈ വിശുദ്ധ സ്ഥലമൊക്കെ ഇത്രയും മ്ലേച്ഛമാവുന്നത് ഇപ്പോഴാണ്. അപ്പൊ അതിന് മുന്നേ ഇത്രയും പ്രശ്നമില്ല. അപ്പൊ അന്ന് ശരിക്കും അമ്പലങ്ങളും അല്ലെങ്കിൽ ആരാധനാ കേന്ദ്രങ്ങളും എല്ലാം ഏതാണ്ട് പോസിറ്റീവ് ആയിരുന്നു. കുറെയെങ്കിലും പോസിറ്റീവ് ഉണ്ട്. അപ്പൊ കുറെ ആൾക്കാർ വഴിതെറ്റി പോവുമെങ്കിലും കുറച്ചു പേരെങ്കിലും പോസിറ്റീവിൽ തന്നെ പിടിച്ചു നിൽക്കുന്നവരുണ്ട്. അപ്പൊ അവരുടെ ജീവിത രീതി, ജീവിത ശൈലി ഇതെല്ലാം പോസിറ്റീവാണ്, പോസിറ്റീവായി തന്നെ പോകും. പക്ഷെ ആത്മാവ് അത്രയും ഉയർന്നു വരാത്തത് കൊണ്ട് ഈ വിഗ്രഹങ്ങളിലും അല്ലെങ്കിൽ ഈ രൂപങ്ങളിലേക്ക് ആശ്രയിച്ച് നിൽക്കുന്നതിനുള്ളൂ. കാരണം അവർക്കൊരു മീഡിയം ഇല്ലാതെ പറ്റുന്നില്ല, അത്രയും വളർന്നിട്ടില്ല. പക്ഷെ ഈ ആരാധന കേന്ദ്രങ്ങളൊക്കെ ഏതാണ്ട് പോസിറ്റീവ് ലെവലിലാണ്. മനുഷ്യരുടെ രീതികളും ജീവിത ശൈലികളും അവിടുത്തെ ചടങ്ങുകളും ചിട്ടകളൊക്കെ ഏതാണ്ട് പോസിറ്റീവ് ആയതുകൊണ്ട് മനുഷ്യരുടെ ജീവിത രീതി ശൈലിയൊക്കെ ഏതാണ്ട് പോസിറ്റീവ് ആയിരുന്നു. അപ്പൊ ഇത്രയും നെഗറ്റീവ് അല്ല. ഇപ്പോഴാണ് ഈ തലതിരിഞ്ഞ ലെവലിലേക്ക് മൊത്തം നെഗറ്റീവായി മാറിയത് ഇപ്പൊ ഈ കാലഘട്ടത്താണ്. അപ്പം ഇപ്പോൾ ഉള്ള മാതാപിതാക്കൾ അവരുടെ കഴിഞ്ഞ ജന്മത്തിൽ തെറ്റിപ്പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ മിക്കവരും തെറ്റിപ്പോയിട്ടുണ്ടായിരിക്കാം. അവര് ഈ അസുര ശക്തികളുടെ ട്രാപ്പിലേക്ക് വീണ് പോയിട്ടുണ്ടായിരിക്കാം. ദേവി ദേവന്മാരെന്നൊക്കെ പറഞ്ഞ് ഇപ്പോഴും നമ്മൾ കാണുന്നുണ്ട്. പോസിറ്റീവാണ് ദേവി ദേവൻ അല്ലെങ്കിൽ യേശു, ക്രിസ്ത്യാനി, മുസ്ലിംസ് ആയിട്ട് നബി എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ശക്തമായ രീതിയിൽ നിൽക്കുന്നവർ പോലും അവരുടെ കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് ദുർശക്തികളെ ആശ്രയിച്ച് പോകുന്നത് ഇപ്പോഴും നടന്നുകൊണ്ടിരിപ്പുണ്ട്. അന്നും ഇതുണ്ട്. ഇപ്പം ഇത് മൊത്തം തലതിരിഞ്ഞ് നിൽപ്പുണ്ടെന്നേ ഉള്ളൂ. ഇപ്പൊ ദുർശക്തികളെ ആശ്രയിച്ച് പോകണ്ട. ഈ ദുർശക്തികളെല്ലാം ഇവരുടെ അകത്ത് സ്ഥിര താമസമാക്കിയിട്ടുണ്ട്. ആ ലെവലിലാണ് ഇപ്പം. അപ്പൊ പണ്ടും ഇങ്ങനെ ആശ്രയിച്ച് പോകുന്നുണ്ട്, ഇന്നും ആശ്രയിച്ച് പോകുന്നുണ്ട്. അപ്പൊ അങ്ങനെ ആശ്രയിച്ച് പോകുമ്പോഴാണ് അവസാനം മരണശേഷം എല്ലാം പറ്റിപ്പോയല്ലോ, തെറ്റിപ്പോയല്ലോ എന്ന് തിരിച്ചറിഞ്ഞ് ഞാൻ കഴിഞ്ഞ മെസ്സേജിലൊക്കെ പറഞ്ഞതുപോലെ ഈ നെഗറ്റീവ് ശക്തികൾ ട്രാപ്പ് ചെയ്ത് കൊണ്ടുപോയി മാക്സിമം പീഡിപ്പിക്കുന്നത്. അവരിട്ട് കളിക്കും, നമ്മൾ ആത്മാവിനിട്ട് അവരുടെ ഇഷ്ടത്തിനിട്ട് വിനിയോഗിക്കും. അതാണ് ഞാൻ കഴിഞ്ഞതിൽ പറഞ്ഞത്. അപ്പൊ അങ്ങനെയൊക്കെ വിനിയോഗിച്ച് കഴിയുമ്പോൾ അവിടെ കിടന്നുകൊണ്ട് ദൈവത്തോടെ നിലവിളിക്കും. കാരണം പറ്റിപ്പോയി, തെറ്റുപറ്റിപ്പോയി. ദൈവമെന്ന് വിചാരിച്ച് തന്നെയാണ് ഇതിന്റെയൊക്കെ പിറകെ പോയത്. ഈ രക്തം കൊടുത്തും മാംസം കൊടുത്തും മുട്ടയെ കൂടോത്രവും ഒക്കെ പോയതെല്ലാം ദൈവത്തിന്റെ ആണല്ലോ എന്ന് വിചാരിച്ച് തന്നെയാണ് ഇതിന്റെയൊക്കെ പിറകെ പോയത്. പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ ശരിക്കും ആ ഒരു ദൈവഭക്തിയും ഉണ്ടായിരുന്നു. അപ്പൊ അതെല്ലാം തെറ്റിപ്പോയി. പക്ഷെ എന്ത് ചെയ്യാം എന്ന് വെച്ചാൽ ഈ കർമ്മത്തിന്റെ ഫലങ്ങളെല്ലാം അനുഭവിച്ചേ തീരൂ. അത് അനുഭവിച്ച് തീരാൻ വേണ്ടി തന്നെയാണ് അവർ അസുര ശക്തികളുടെ കയ്യിൽ അകപ്പെടുമ്പോൾ ഈ ആത്മാക്കളെ ദൈവം രക്ഷിക്കാത്തത്. പോസിറ്റീവ് ശക്തികൾക്ക് അപ്പോഴും രക്ഷിക്കാം, പക്ഷെ ചെയ്യാത്തതിന്റെ കാരണം ചെയ്യാനായിട്ടൊരു സമയമുണ്ട്. കാരണം ഈ ചെയ്ത കർമ്മങ്ങൾ അത്രയും കിടക്കുകയല്ലേ. അപ്പൊ അത് തീരണ്ടേ. തെറ്റിപ്പോയി, ഇങ്ങനെയൊക്കെ പൊറ്റിപ്പോയി ഒക്കെ കുറെ അതിൽ തീരണം. പിന്നെ അറിഞ്ഞും കൊണ്ട് ചെയ്തു പോയ തെറ്റിൻ്റെത് വേറെയുണ്ട്. അത് പിന്നീട് അത് വിടുവിച്ചതിന് ശേഷം ഇനി ദൈവത്തിന്റെ നെഗറ്റീവ് ശക്തികൾ ആയ നരകം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോയി ഈ ഓരോന്നും ആ മനഃപൂർവ്വം ചെയ്തത്
അറിവോടുകൂടി ചെയ്തത് ഇങ്ങനെയൊക്കെ ഉള്ളതിനെല്ലാം എണ്ണി എണ്ണി പിന്നെയും ശിക്ഷ വേറെ അനുഭവിക്കേണ്ടി വരും. ശരിക്കും പറഞ്ഞാൽ ഒരു ആത്മാവ് 3 ഡയമെൻഷനിൽ കഴിഞ്ഞ് മരിച്ച് അടുത്ത ഡയമെൻഷനിൽ ചെന്ന് കഴിഞ്ഞാൽ ഭയങ്കരമായ കഷ്ടം ഇതൊക്കെയാണ്. നമ്മൾ വിചാരിക്കും പോലെ സിമ്പിൾ അല്ല. സിമ്പിൾ ആക്കാനാണ് ദൈവം മനുഷ്യ സൃഷ്ടിയെ തന്ന് നമുക്ക് 3 ഡയമെൻഷനിൽ ജന്മം നൽകുന്നതേ മറ്റ് ഡയമെൻഷനിലുള്ള ഈ അനേക ഭയങ്കരമായ കഷ്ടത്തിൽ നിന്നും ഇളവ് തരാൻ വേണ്ടിയിട്ടാണ് ഈ മനുഷ്യജന്മം തന്നിരിക്കുന്നത്. അപ്പൊ ഇത് ഞാൻ പറഞ്ഞതുപോലെ ഒരു ദിവസത്തെ കഷ്ടം അനുഭവിച്ചാൽ ആയിരക്കണക്കിന് വർഷങ്ങൾ നമുക്ക് നരകത്തിൽ നിന്ന് ലാഭം കിട്ടും. കാരണം ചെറിയ തെറ്റിന് പോലും അവിടെ കടുത്ത പരീക്ഷണങ്ങളും പ്രായച്ചിത്തങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ സീരിയസ് ആയിട്ട് ആരും എടുക്കൂല. മരിച്ചതിന് ശേഷമേ ഇത് മനസ്സിലാവുള്ളൂ. പക്ഷെ മനസ്സിലാക്കുന്നവര് ഉണ്ട്. അവരത്രയും ആത്മീയ വളർച്ച നേടിയവരും അനേക ശിക്ഷകളും പീഡനങ്ങളും അനുഭവിച്ച് വരുന്ന ഒരു ആത്മാവിന് പിന്നെ അടുത്ത ജന്മത്തിൽ അതിഭയങ്കരമായ ഉൾഭയം ഉള്ളിൽ വന്നിരിക്കും. അങ്ങനെ വരുന്നവരെ ഇത് വിശ്വസിക്കുകയുള്ളൂ. ഒരുപാട് ശിക്ഷകൾ കിട്ടാത്തവർക്ക് ജന്മത്തിൽ ഉൾഭയമോ ഇങ്ങനെയുള്ള വിശ്വാസമോ ഒന്നും കാണില്ല. അപ്പൊ അങ്ങനെ പല ആവർത്തി അബദ്ധം പറ്റും. ഭൂമിയിൽ വരുമ്പോൾ ഈ പഠിച്ചതും ശിക്ഷിച്ചതും ഒക്കെ മറന്നും കൊണ്ട് ഭൗതിക പ്രലോഭനത്താൽ, അപ്പൊ ഇവിടെ പ്രലോഭനവും വരും. ഈ പ്രലോഭനത്താൽ ജയിക്കാൻ വേണ്ടി തന്നെയാണ് പിന്നെയും ജന്മം തരുന്നത്. പ്രലോഭനത്താൽ പിന്നെയും വഴിതെറ്റിപ്പോവും. അപ്പൊ സൃഷ്ടാവാ ദൈവത്തിലേക്ക് എത്തുക എന്ന് പറയുമ്പോൾ അത്രയും അറിവും കാര്യങ്ങളും കിട്ടിയാണ് അതിലോട്ട് എത്തുന്നത്. അപ്പൊ എത്തുന്നൊരു വ്യക്തിക്ക് അവന്റെ ഉള്ളിലെ ചൈതന്യത്തെ തിരിച്ചറിയും. പിന്നെ അവൻ തെറ്റുകൾ ചെയ്യാൻ ഭയക്കും. പിന്നെ ഈ പുറമേയുള്ള കള്ളഭക്തി ഇതൊന്നും അവന് വരൂല. അവന്റെ ഉള്ളിൽ നിന്ന് അങ്ങനത്തെ ഒന്നും വരൂല. കാരണം ദൈവം എന്റെ ഉള്ളിലാണല്ലോ എല്ലാം, എന്റെ ഉള്ളിൽ തന്നെയാണല്ലോ എല്ലാം മനസ്സിലാക്കുന്നത് തിരിച്ചറിയുന്നവൻ ശരിക്കും പറഞ്ഞാൽ പേടിച്ച് മര്യാദയ്ക്ക് ജീവിക്കും. അവിടെ പിന്നെ ഈ ഭക്തിയും ഈ തൊഴുതുള്ള അല്ലെങ്കിൽ ഈ ഭയങ്കരമായിട്ടുള്ള ഈ ചടങ്ങുകൾ ഇതിന്റെ അവന്റെ ഉള്ളിൽ ആ ഒരു വിലക്ക് വന്നുകൊണ്ടിരിക്കും. എന്തിനീ മണ്ടത്തരം, ശരിക്കും ദൈവം ഇതല്ല, ഇത് നിന്നെ എല്ലാം നിന്റെ ചിന്തകളും വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള ബോധം ഉള്ളിൽ വരുന്നത് അനേക ജന്മങ്ങളിൽ അബദ്ധങ്ങൾ പറ്റിയും അസുരന്മാരുടെ കയ്യിൽ അകപ്പെട്ടും അവിടെ നിന്ന് പീഡനം അനുഭവിച്ചും പിന്നെ നിലവിളിച്ചും പിന്നെ അവിടെ നിന്ന് രക്ഷിച്ചുകൊണ്ടുപോയും ചെയ്ത പാപങ്ങൾക്കുള്ള ശിക്ഷകൾ അത് വേറെ അനുഭവിച്ചും അടുത്ത പ്രായച്ചിത്തം എന്ന നിലയിൽ നമ്മൾ ഡീപ്രൊമോട്ട് ചെയ്ത് മൃഗങ്ങളായിട്ടോ പക്ഷികളായിട്ടോ ക്ഷുദ്ര ജീവികളായിട്ടോ വീണ്ടും അവിടെയിട്ട് ജന്മം നൽകി അവിടെയിട്ട് ദുർമരണപ്പെടുത്തി പിന്നെയും ആത്മാവ് മോചിതനായിട്ട് വന്നിട്ടാണ് ഇനി ഒരു അവസരം തരാം എന്നുള്ള രീതിയിൽ ഒരു മനുഷ്യജന്മം തരുന്നത്. അപ്പൊ അത്രയും പ്രോസസ് ഉണ്ട്. ഈ മനുഷ്യജന്മം കിട്ടിക്കഴിയുമ്പോൾ ഇതെല്ലാം അങ്ങ് ബ്ലാങ്ക് ആവും. പക്ഷെ ആത്മാവിന് മാത്രം ഇതെല്ലാം ഓർമ്മ കാണും. പക്ഷെ ഈ ആത്മാവിനെ എങ്ങനെ നമ്മളെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും? വല്ല സ്വപ്നങ്ങളിലൂടെയോ ഉള്ളിൽ ഭയത്തിലൂടെയോ അതായത് മനസാക്ഷി കുത്ത് എന്നൊക്കെ പറയുന്നത് അല്ലെ ആത്മാവാത്രത്തിൽ കൊണ്ട് കുത്തി സംസാരിക്കണതാണ്. ഇങ്ങനെയൊക്കെ ഈ ആത്മാവിന് ഇവന് ഇടപെടാൻ പറ്റുള്ളൂ. അപ്പൊ എന്തുകൊണ്ടാണ് അങ്ങനെ എന്ന് പറയുന്നത്? ആത്മാവിന്റെ പരീക്ഷണം അതാണ്. അപ്പൊ ആ പരീക്ഷയിൽ ആത്മാവ് ജയിക്കണം. എന്താണ് ആ പരീക്ഷണം? ഈ ജഡത്തിൽ നിൽക്കുന്ന അല്ലെ ഭൗതിക മനസ്സുള്ള ഈ വ്യക്തിയുടെ ഉള്ളിലിരുന്നും കൊണ്ട് ഈ വ്യക്തിയെ നിയന്ത്രിച്ച് ദൈവിക വഴിയിൽ എത്തിക്കുക, ഇതാണ് ആത്മാവിന്റെ പരീക്ഷണം. അപ്പൊ ആത്മാവാത്രത്തിൽ സദാ പേടിച്ചുകൊണ്ടിരിക്കും. അതാണ് നമ്മൾ ഉപബോധ മനസ്സിന് കള്ളം ചെയ്യുമ്പോൾ ഉള്ളിൽ പേടി വരുന്നതിന്റെ കാരണമാണ്. പിന്നെ പ്രലോഭനത്താലും സാഹചര്യത്താലും അങ്ങ് ചെയ്തു പോണതാണ് പലരും. പക്ഷെ അകത്ത് ഭയങ്കര പേടിയായിരിക്കും. ചെയ്തു കഴിഞ്ഞാൽ തന്നെ കുറെ നാളത്തേക്ക് പേടിയായിരിക്കും. ഇപ്പൊ ചിലർ തന്നെ ജയിലിൽ കിടന്ന് അവർ പറയുന്നുണ്ട്, പെട്ടെന്നുള്ള വികാരത്താൽ പണത്തിന് വേണ്ടി കൊന്നുപോയി, പക്ഷേ ജയിലിൽ കിടന്ന് ഇന്നേ വരെ ഉറങ്ങാൻ പറ്റിയിട്ടില്ല, മനസമാധാനം കിട്ടിയിട്ടില്ല എന്നൊക്കെ അവർ പറയുന്നതിന്റെ പിന്നിലെ കാരണം അവരുടെ ആത്മാവിന്റെ ഭയമാണ്, ഉപബോധ മനസ്സിന്റെ ടെൻഷനും വെപ്രാളമാണ്. കാരണം ചെയ്തുപോയി. ഇനി അടുത്ത ഈ ബോഡി ശരീരം വിട്ട് കഴിഞ്ഞാലുള്ള അടുത്ത സിറ്റുവേഷൻസ് ആലോചിച്ചും ടെൻഷൻ അടിച്ചുമാണ് ഈ ആത്മാവാതിരം കൊണ്ട് ഇങ്ങനെ ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ അനേക പ്രാവശ്യം ജന്മങ്ങളെടുത്തും അബദ്ധം പറ്റിയും ഭയപ്പെട്ടും നമ്മുടെ മക്കളെ പോലെ തന്നെ നമ്മളെ മക്കളെ വളർത്തുമ്പോൾ എങ്ങനെയാണ് ചെയ്യരുത് എന്ന് പറഞ്ഞ സാധനം പിള്ളേര് ശരി അച്ഛാ എന്ന് പറഞ്ഞിട്ട് നാളെ മുതൽ ചെയ്യാതിരിക്കുകയൊന്നുമില്ല. അവര് അവസരം കിട്ടുമ്പം പിന്നെയും ചെയ്തു പോകും, പിന്നെയും 2 അടി കിട്ടും, പിന്നെയും ചെയ്തു പോകും. അങ്ങനെ ചില മക്കളെ കണ്ടിട്ടുണ്ടല്ലോ. പക്ഷെ ആത്മീയ വളർച്ച നേടിയ ആത്മാവിനത്തിൽ പവർഫുൾ ആയ കുട്ടികൾ അറിഞ്ഞും കണ്ടും ചെയ്യും. ഇല്ലാത്തവർ പിന്നെയും തെറ്റ് ചെയ്യും. ഇതുപോലെ തന്നെയാണ് വളർച്ച നേടിയ ആത്മീയ വളർച്ച ഇല്ലാത്ത വലിയ മുതിർന്നവരും ഇതേപോലെ തന്നെയാണ്. പല ആവർത്തി മറ്റ് ഡയമെൻഷനിൽ പോയി അടി കിട്ടിയാലും ഭൗതിക നേട്ടവും ഭൗതിക സുഖവും കാണുമ്പോൾ അതൊക്കെ മറന്നും കൊണ്ട് ഇതിന്റെ പിറകെ പോയി പോകും. അങ്ങനെ വരുന്ന ആത്മാക്കൾക്ക് അതികഠിനമായ ശിക്ഷ ആത്മാവ് അനുഭവിക്കേണ്ടി വരും. ഇനി മറ്റൊരു മേഖലയെ നോക്കിയാൽ ഈ ആത്മാവ് അകത്തിരുന്നും കൊണ്ട് ടെൻഷൻ അടിച്ചും വെപ്രാളപ്പെടുത്തിയും അവസാനം ആത്മാവ് പവർഫുൾ ആവും. ഏതെങ്കിലും വഴിയുടെ ആത്മാവ് പവർഫുൾ ആവും. എങ്ങനെ പവർഫുൾ ആവും? ഇതേപോലെ ആത്മീയ രഹസ്യങ്ങളും ആത്മീയ മർമ്മങ്ങളും ഏതെങ്കിലും വഴിയിലൂടെ ഈ വ്യക്തി കേട്ട് കൂടുതൽ അറിവും ജ്ഞാനവും ലഭിക്കുമ്പോൾ ആത്മാവ് ഒരു ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ആത്മാവ് ഇവനെ നിയന്ത്രിച്ച് ആത്മാവിന്റെ ഇഷ്ടത്തിലേക്ക് വരുതിയിലെത്തിക്കും. അത് അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ ഈ ആത്മാവ് രക്ഷപ്പെട്ടു. പിന്നെ മോക്ഷപ്രാപ്തിക്കുള്ള
ആ ഒരു യോഗ്യതയിലേക്ക് ആത്മാവ് എത്തിക്കഴിഞ്ഞു. കാരണം ഈ ഭൗതിക മനുഷ്യനായി അവനെ നിയന്ത്രണത്തിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആത്മാവിന് പകുതിക്ക് കൂടുതൽ ആശ്വാസമായി. കാരണം ഇനി ഇവനെ എനിക്ക് നിയന്ത്രിക്കാൻ പറ്റുമല്ലോ. ഇപ്പൊ എന്റെ മെസ്സേജ് കേൾക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരെല്ലാം ശരിക്കും പറഞ്ഞാൽ ആത്മാ പവർഫുൾ ആയി കഴിഞ്ഞു. കാര്യം എന്നിലൂടെ ഈ അറിവും കാര്യങ്ങളൊക്കെ ആത്മാവിന് കിട്ടി. ആത്മാ പവർഫുൾ ആയി കഴിഞ്ഞു. പലരും പവർഫുൾ ആയിരുന്ന ആത്മാവായിരുന്നു, അത് മുടങ്ങിപ്പോയി, അത് മുരടിച്ചു പോയി. ഇപ്പൊ വീണ്ടും പവർഫുൾ ആയിട്ടുണ്ട്. ഇനി നിങ്ങൾ ആത്മാവ് നയിക്കും. അതാണ് ഉള്ളിൽ നിന്ന് അരുതെന്ന് പറയുന്നതും സാഹചര്യങ്ങൾ മാറ്റിക്കളയുന്നതും ഒക്കെ നിങ്ങളുടെ ആത്മാവ് തന്നെയാണ്. അപ്പൊ ആത്മാ പവർഫുൾ ആയിട്ടുണ്ട്. പക്ഷെ ഇത് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ രക്ഷപ്പെട്ടു. പിന്നെ ആത്മാവിന് എന്തായാലും ഈ ജന്മത്തിൽ തന്നെ മോക്ഷത്തിലേക്ക് പോകാനുള്ള വഴി തെളിഞ്ഞിട്ടുണ്ട്. പക്ഷെ ആ ആത്മാവ് അത്രയും പവർഫുൾ ആയില്ലെങ്കിൽ ഈ വ്യക്തിക്കകത്തിരുന്നും കൊണ്ട് വിഷമിച്ച് നിരാശയടിച്ച് ഈ വ്യക്തി എന്ത് ചെയ്യും? ഭൗതിക മനസ്സുള്ള വ്യക്തി ഭൗതികമായിട്ട് കാണുന്ന കാര്യത്തിൽ ഇതാണ് ശരി, അതാണ് ശരി എന്ന് വിചാരിച്ച് വഴിതെറ്റി തന്നെ പോയിരിക്കും. ഇങ്ങനെ അനേക ജന്മം പോകും. അവസാനമാണ് ഈ ഒരു പവർഫുൾ ആയ ഒരു ആത്മാവായി മാറി ശരിക്കും ആ സൃഷ്ടാവ് ദൈവത്തിലേക്ക് എത്തുന്നത് അവസാന സമയത്താണ്. ഇനി പലരും ശരിക്കും ഈ ആത്മാവകത്തിരുന്നും കൊണ്ട് പഠിച്ച നീതി, ന്യായം, ധർമ്മം ഇതെല്ലാം പാലിച്ച് ജീവിക്കും. പക്ഷെ ചില ആത്മാക്കൾക്ക് ആ സൃഷ്ടാവ് ദൈവമായിട്ടൊരു ബന്ധം വരൂലെന്ന് വെച്ചാൽ എത്രയൊക്കെ സത്യസന്ധമായ രീതിയിലും പോസിറ്റീവായാലും എങ്ങനെയൊക്കെ ജീവിച്ചാലും ഈ മീഡിയം ഇല്ലാതെ പറ്റൂല. അവർക്ക് എപ്പോഴും ഒരു മീഡിയം ഉണ്ടായേ പറ്റൂ. ശരിക്കും ആ സൃഷ്ടാവ് ദൈവം എന്ന് പറയുന്ന ആ രൂപവും ഇല്ല, പേരൊന്നും ഇല്ലാത്ത ആ ഒരു ശക്തിയെ ധ്യാനിച്ച് പ്രാർത്ഥിച്ച് പോകാനുള്ള മനസ്സ്, അത്രയും വളർച്ച ആത്മാക്കൾക്ക് ഈ വരില്ല. വരാത്തതിന്റെ കാരണം അത് അവരുടെ കുഴപ്പമല്ല. ഞാൻ നേരത്തെയൊക്കെ പറഞ്ഞതുപോലെ ആ ദൈവം എന്ന് പറയുന്ന ആ ശക്തിയുടെ ഹൈ ഡയമെൻഷൻ മുതൽ ആ പോസിറ്റീവിൽ തന്നെ അനേക തലങ്ങളുണ്ട്. അപ്പൊ അതിൽ ഏറ്റവും വലിയ തലത്തിൽ ഹൈ തലത്തിൽ എത്തുന്ന ആത്മാക്കൾക്ക് മാത്രമേ ഈ സൃഷ്ടാവൻ ദൈവത്തിലേക്ക് എത്തി ആ ദൈവം മാത്രം മതി എന്ന ലെവലിൽ മറ്റെല്ലാം ഉപേക്ഷിച്ചിരിക്കാനുള്ള ആ ഒരു വളർച്ച, ആ ഒരു മനസ്സ് ഈ ഹൈ ഡയമെൻഷനിൽ പോകുന്ന ആത്മാക്കൾക്ക് വരുള്ളൂ. പക്ഷെ അവരും നീതി, ന്യായം, ധർമ്മം എല്ലാം അതേപോലെ പ്രകൃതിയുടെ വ്യവസ്ഥകളെല്ലാം കറക്റ്റ് പാലിക്കും. തൊട്ട് താഴത്തെ ഡയമെൻഷനിൽ പോകേണ്ട ആത്മാക്കൾക്കും ഈ നീതി, ന്യായവും കാര്യങ്ങളെല്ലാം വേണം. പക്ഷെ അത്രയും ഉയർന്ന് ആ സൃഷ്ടാവാൻ ദൈവം എന്ന് പറയുന്ന ലെവലിലേക്ക് അവർ എത്തൂല. അവർ മരണം വരെ ഏതെങ്കിലും മീഡിയത്തെ ആശ്രയിച്ച് പോകും. ഇങ്ങനെ പോകുമ്പോഴാണ് ഈ കാലഘട്ടത്ത്, ഇത്രയും നെഗറ്റീവ് വളർന്നിരിക്കുന്ന കാലഘട്ടത്ത് ഇവരെ അസുരന്മാര് വഴിതെറ്റിക്കും, അവരെ ട്രാപ്പ് ചെയ്യുമെന്ന് പറയുന്നത് ഇത്തരക്കാരെ ട്രാപ്പ് ചെയ്യാൻ സാധ്യതയുണ്ട്. കാരണം അവർക്ക് ഈ മീഡിയ ഇല്ലാതെ പറ്റൂല എന്ന് ഈ നെഗറ്റീവ് ശക്തികൾക്ക് അറിയാം. അപ്പം എത്രയും പെട്ടെന്ന് ട്രാപ്പ് ചെയ്ത് അവരെ വഴിതെറ്റിച്ച് കൊണ്ടുപോകാൻ ശ്രമിക്കും. അങ്ങനെ യോഗീശ്വരന്മാരെന്ന ലെവലിൽ വളർന്നു വന്ന പലരും ഈ കാലഘട്ടത്ത് വഴിതെറ്റിയിട്ടുണ്ട്. അവരെല്ലാം ഈ വിഗ്രഹങ്ങളുടെ പിറകെ, രൂപങ്ങളുടെ പിറകെയൊക്കെ ട്രാപ്പായി പോയിട്ടുണ്ട്. പക്ഷെ അവരൊക്കെ ജസ്റ്റ് ഒന്ന് തിരിഞ്ഞ് ആ സൃഷ്ടാവൻ ദൈവത്തിലേക്ക്, ആ അൾട്ടിമേറ്റിലേക്ക് എത്തേണ്ടതായിരുന്നു. പക്ഷെ തെറ്റിപ്പോയി. കാരണം അത്ര വളർച്ചയെ അവരുടെ ആത്മാവിനുള്ളൂ. അങ്ങനെയുള്ളവരുടെ അവസാനം എന്തെന്ന് വെച്ചാൽ മരണസമയത്ത്, മരിക്കുന്നതിന് കുറച്ചു മുമ്പെങ്കിലും ഈ ബോധം അവർക്ക് ഉണ്ടാവുകയും ഇടയ്ക്ക് വെച്ച് തെറ്റിപ്പോയി എന്ന കുറ്റബോധത്താൽ, പശ്ചാത്തലത്താൽ അവർ കരഞ്ഞു നിരാശയാൽ അവർ മരിക്കുകയും ചെയ്യും. പക്ഷെ തെറ്റിപ്പോയത് കാരണം അവർ മരണസമയത്ത് സത്യം തിരിച്ചറിയുന്നു, ഇടയ്ക്ക് വെച്ച് തെറ്റിപ്പോയെന്നും ഈ അത്രയും വളരാൻ പറ്റാതായെന്നും പറഞ്ഞു. പക്ഷെ നീതി, ധർമ്മം കാര്യങ്ങളെല്ലാം അവർ പാലിക്കും ഒരു കൂട്ടര്. ചിലരതും പാലിക്കാത്ത ഒരു കൂട്ടരുണ്ട്. അവർ നരകത്തിലേക്ക് പോകും, അത് വേറെ വിഷയം. പക്ഷെ ഈ പാലിച്ചു വരുന്നവർക്ക് അവസാനം അയ്യോ എനിക്ക് ഇത്രയും പറ്റിയില്ലല്ലോ എന്ന നിരാശയാൽ അവർ അവസാന സമയത്ത് ഈ സത്യം മനസ്സിലാക്കി മരിക്കുകയും അതിനുശേഷം അവരുടെ ആത്മാവ് ഏറ്റവും ഹൈ തലത്തിൽ വരാതെ തൊട്ട് താഴത്തെ തലങ്ങളിലേക്ക് ആ ആത്മാക്കൾ പോകും. അല്ലാതെ അവരൊന്നും നെഗറ്റീവ് പോകില്ല. കാരണം പ്രപഞ്ചത്തിൽ അല്ലെ പ്രകൃതിയിൽ ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥയിൽ അവർ ജീവിച്ചു. പക്ഷേ ദൈവം എന്ന് വിചാരിച്ച് ഈ രൂപങ്ങളെയോ അല്ലെങ്കിൽ മറ്റ് അദൃശ്യ ശക്തികളെയോ ആണ് അവർ ആശ്രയിച്ചത്. അതുകൊണ്ട് അവർക്ക് ഏറ്റവും ഹൈയിൽ പോകാൻ പറ്റൂല, തൊട്ട് താഴത്തെ തലത്തിലേക്ക് പോകാൻ പറ്റും. ഇത് ഒരു വിഭാഗത്ത് അങ്ങനെ സംഭവിക്കും. പക്ഷേ ഈ ജന്മം തരുമ്പോൾ, ഈ ജീവിച്ചിരിക്കുമ്പോൾ അവരുടെ ചോയ്സാണ്. അവരുടെ മുന്നിൽ അറിവുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇപ്പൊ ഞാനീ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെ ദൈവം ഏതെങ്കിലും വഴിയിലൂടെ ഈ ജ്ഞാനം അല്ലെ അറിവ് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും. അപ്പൊ ആർക്ക് വേണമോ ഈ പൊസിഷൻസ് അവർക്ക് തീരുമാനിക്കാം. ഇത് അവരുടെ കഴിവാണ്. ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പം പരീക്ഷ, SLC അല്ലെ പ്രീ ഡിഗ്രി അല്ലെങ്കിൽ +2 പരീക്ഷ, ഫസ്റ്റ് റാങ്ക്, സെക്കൻഡ് റാങ്ക്, തേർഡ് റാങ്ക്, 4th 5th റാങ്കുകളും അല്ലെങ്കിൽ ഹൈ തലങ്ങൾ അവിടെ ഉണ്ട്. പഠിക്കുന്ന ആർക്ക് വേണോ ഏറ്റവും ഹൈ എടുക്കാം. സെക്കൻഡിലോട്ട് വേണമെങ്കിൽ പോവാം, ജസ്റ്റ് പാസ്സായി വേണമെങ്കിലും പോവാം. പക്ഷെ പാസ്സാകുന്നവർ പാസ്സായി, അവർ പോസിറ്റീവ് തലത്തിലെത്തും. തോറ്റു പോകുമ്പോഴാണ് അവർ നെഗറ്റീവിലോട്ട് പോകുന്നത്. അല്ലെങ്കിൽ അടുത്ത ജന്മം എടുത്ത് പിന്നെയും പഠിച്ചു വരേണ്ടി വരണം. പക്ഷെ ഏറ്റവും ഹൈ ലെവലിൽ എത്തണം എന്നുള്ളവന് അവൻ ശ്രമിച്ച് എത്താം. അപ്പൊ എങ്ങനെ ശ്രമിക്കാൻ പറ്റും? ഈ അറിവുകൾ ദൈവം നൽകിക്കൊണ്ടേയിരിക്കും. ഇത് കേട്ട് അവന്റെ മനസ്സ് എങ്ങനെ പാകപ്പെടുത്തുന്നു, അവൻ എങ്ങനെ തീരുമാനിക്കുന്നു. അതാണ് ഞാൻ പറയുന്നത്, മനുഷ്യൻ സ്വതന്ത്രനാണ്. ഇങ്ങനെ വരച്ചെന്നും അവന് വിട്ടിട്ടില്ല. പക്ഷെ ഏതാണ്ട് കുറച്ച് പകുതി അവന് ഒരു വരയുണ്ട്. പക്ഷെ ബാക്കി പകുതി അവന്റെ കയ്യിലാണ്. അപ്പൊ അവനത് കേൾക്കുകയും കാണുകയൊക്കെ ചെയ്ത് അവന്റെ തീരുമാനത്തിലും കൂടിയാണ് ബാക്കി കാര്യങ്ങൾ പോകുന്നത്.
അപ്പൊ ഏത് ജന്മത്തിൽ വേണമെങ്കിലും അവർ ഈ ഹൈ പൊസിഷനിലെത്താം. പലർക്കും അബദ്ധം പറ്റുന്നതെന്ന് വെച്ചാൽ ഇതിൽ തൃപ്തരായിട്ട് മരിക്കും. മരിച്ചതിന് ശേഷം ഈ ബോധം അപ്പോൾ കുറച്ചും കൂടെ വേണമല്ലോ എന്ന് ആഗ്രഹിക്കുകയും ദൈവത്തോട് കരഞ്ഞു വിളിക്കുകയും, പക്ഷെ അവർക്ക് സ്വർഗം എന്ന് പറയുന്ന ഒരു നല്ലൊരു ഡയമെൻഷൻ അവർക്ക് കിട്ടും. കാരണം ഭൂമിയിൽ നീതി, ന്യായം, സത്യം, നീതിയൊക്കെ പാലിച്ചവർ ജീവിച്ചു. പക്ഷെ ഏറ്റവും ഹൈയിലേക്ക് എത്താൻ വേണ്ടി ആ ഒരു മണ്ടത്തരം കാണിച്ചു കളഞ്ഞു എന്ന നിരാശയിൽ അവർ വിഷമിച്ച് കരഞ്ഞു വിളിച്ച് ക്ഷമയൊക്കെ ചോദിക്കുമ്പോൾ അവർക്ക് വീണ്ടും ചാൻസ് കൊടുക്കും. കാരണം അവരുടെ മനസ്സിലാക്കുന്ന ദൈവം ചാൻസ് കൊടുത്ത് അടുത്ത ജന്മം നൽകി ഏറ്റവും ഹൈയിലേക്ക് എത്താൻ വേണ്ടി വിടും. പക്ഷെ ആ സമയത്ത് അടുത്ത ജന്മം കിട്ടുമ്പോൾ വലിയ സുഖോ കാര്യങ്ങളൊന്നും അവർക്ക് ഭൂമിയിൽ കിട്ടൂല. കാരണം കഴിഞ്ഞ ജന്മത്തിൽ ഇതെല്ലാം കിട്ടിക്കഴിഞ്ഞു. ഈ ഒരു ഹൈ തലത്തിലേക്ക് എത്താൻ വേണ്ടി മാത്രമാണ് അവർ ജന്മം എടുത്ത് വരുന്നത്. അപ്പൊ അവർക്ക് അടുത്ത ജന്മത്തിൽ വിവാഹം കഴിക്കാനോ മക്കള് വേണമെന്നോ കുടുംബം, പണം, സമ്പാദിക്കുക ഈ മനസ്സിനെ കാണൂല. കാരണം അവരുടെ ലക്ഷ്യം എന്താണ്? സൃഷ്ടാവ ദൈവത്തെ മാത്രം ധ്യാനിക്കുക, തിരിച്ചറിയുക, മറ്റുള്ളവർക്ക് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കുക, തിരിച്ചു പോവുക. അങ്ങനെയുള്ളവരാണ് അവസാനം പൂർണ്ണമായ ആ ഒരു ലെവലിലേക്ക് എത്തി ദൈവത്തിലേക്ക് തിരിച്ചെത്തുകയും ചെയ്യണത്. ഇപ്പൊ ചില കാര്യങ്ങളൊക്കെ ഇതേക്കുറിച്ച് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി ചില കാര്യങ്ങളൊക്കെ അടുത്തത്.